ജനാധിപത്യത്തിൻ്റെ നാലാം തൂണാവേണ്ട മാധ്യമങ്ങൾ തന്നെ കള്ളവാർത്തകൾ പടച്ചുവിടുന്ന ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്നത്. കാരണം റിപ്പോർട്ടർ ടി വിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ഒരു വാർത്തയുള്ളത്. മാത്യു കുഴിനാടിനെതിരെ ഈ സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറിൻ്റെ പേരിൽ അനന്തകൃഷ്ണൻ്റെ വാർത്ത നമ്മൾ കണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. അത് ഓരോ ദിവസവും വാർത്ത പുറത്തു വരുമ്പോൾ പുതിയ ഏത് നേതാവാണെന്ന് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് മാത്യു കുഴിനാടിൻ്റെ പേര് പറയുന്നത്. അദ്ദേഹം 7 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിച്ചെന്നും ആ ഒരു വാർത്ത പുറത്തു വിടുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മാധ്യമപ്രവർത്തകനാണ്, ഒരു മുതിർന്ന മാധ്യമമാണ്. ആ മാധ്യമം പുറത്തുവിടുന്നൊരു വാർത്തയാണ്. അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് പോലും ചിന്തിക്കാതെ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഓരോ വാർത്തകൾ തള്ളിവിടുന്ന ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കും. തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ ദിവസം അത് പകുതി വിലയ്ക്കുള്ള സ്കൂട്ടർ കിട്ടുക എന്നുള്ളത് ആ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ കുറേ അധികം നേതാക്കളുടെ പേര് വന്നു. ആദ്യം BJP നേതാവിന്റെ പേര് വന്നു, അത് കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ പേര് വന്നു, അത് കഴിഞ്ഞ് കോൺഗ്രസ് നേതാവിന്റെ പേര് വന്നു. അപ്പോൾ ജനങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഏതൊക്കെ നേതാക്കന്മാരാണ് ഇതിൽ പെട്ടിരിക്കുന്നത് എന്ന രീതിയിലേക്ക്. അപ്പോഴാണ് റിപ്പോർട്ടർ TV ഇതാ മാത്യു കുഴൽനാടന്റെ പേരുമായി വരുന്നത്. ഉറപ്പായിട്ടും ജനങ്ങൾ അത് സ്വീകരിക്കും, ആ വാർത്ത കാണും. കൂടുതലായിട്ട് റിപ്പോർട്ടർ ചാനലിന് ഇപ്പൊ തന്നെ എത്രമാത്രം റേറ്റിംഗ് കൂടിയിട്ടുണ്ടായിരിക്കും ആ ഒരു വാർത്ത വന്നതിന് ശേഷം. ഇത് തന്നെയാണ് റിപ്പോർട്ടർ TVക്ക് വേണ്ടത്. അത് നെഗറ്റീവായിട്ട് മറ്റുള്ള ആരും കൊടുക്കാത്ത വാർത്തകൾ കാണുമ്പോൾ ആളുകൾ അത് ശ്രദ്ധിക്കും. മറ്റുള്ള ചാനലൊന്നുമില്ല, ഈ ചാനലിൽ വാർത്ത ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ. സത്യസന്ധമായിട്ട് വാർത്തകൾ നടത്തേണ്ട ഒരു ചാനൽ കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ റേറ്റിങ്ങിന് വേണ്ടി ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് അത് സത്യമാണോ കള്ളമാണോ എന്ന് പോലും ചിന്തിക്കാതെ വാർത്തകൾ പടച്ചുവിടുന്നൊരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. കാരണം അതിന്റെ യാഥാസ്ഥിക അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അന്വേഷണാത്മകമായിട്ടുള്ള പത്രപ്രവർത്തന രീതിയൊക്കെ അവസാനിച്ചു. കാരണം നമ്മൾ സ്വദേശാഭിമാനിയുടെ ആണെങ്കിലും ജനയുഗത്തിന്റെ ആണെങ്കിലും ആ ഒരു രീതിയിലേക്കൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആ ന്യൂസ് എന്താണോ അതിന്റെ ഏറ്റവും സുതാര്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന രീതിയൊക്കെ മാറി. ഇപ്പൊ കൂടുതലായിട്ടും കണ്ടന്റ് ക്രിയേഷന്റെ കാലമാണ്. പല വാർത്തകൾ എടുത്തിട്ടുണ്ടെങ്കിലും കാണാം അവരതിൽ പ്രത്യേകമായി ഒരു റീലൊക്കെ എടുത്ത് കണ്ടന്റ് എത്ര മനോഹരമാക്കി ജനങ്ങളിലേക്ക് എത്തിക്കാവോ ആ ഒരു രീതിയിലേക്കാക്കുക, അല്ലെങ്കിൽ ഏറ്റവും സ്പീഡിൽ എത്തിക്കുക. നമ്മുടെ എന്ന പരിപാടിയിൽ തന്നെ നമ്മുടെ ശ്രീകണ്ഠൻ നായരും അതേപോലെ ടെലിഗ്രാഫ് പത്രത്തിന്റെ എഡിറ്ററായിരുന്നു അദ്ദേഹവും രാജഗോപാലും കൂടെ ഒരു സംവാദം ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്തും ശ്രീകണ്ഠൻ നായർ പറഞ്ഞൊരു കാര്യമാണ്, എല്ലാ സാറ്റലൈറ്റ് മാധ്യമങ്ങളുടെ എല്ലാം ഒരു പ്രശ്നമുണ്ട്. കാരണം അവരെല്ലാം നിൽക്കുന്നത് ആ ഒരു റേറ്റിംഗിന്റെ ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ്. തന്റെ ചാനൽ ഏറ്റവും റേറ്റിംഗിൽ പോയില്ല എങ്കിൽ അവർക്ക് ഉടൻ തന്നെ കൂട്ടിക്കെട്ടേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് ന്യൂസുകൾ എത്തിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പല ന്യൂസുകളുടെയും സുതാര്യമായിട്ടുള്ള പല വശങ്ങളും നഷ്ടപ്പെടും. അപ്പോൾ രാജഗോപാൽ തിരിച്ചു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അപ്പോൾ അവിടെ എന്താണ് ഇവിടെ പത്രപ്രവർത്തനം നടക്കുന്നത് എന്ന്, നമ്മുടെ ഇവിടുത്തെ പത്രപ്രവർത്തനം എന്താണ് ഈ നടക്കുന്നത്? കാരണം ഏറ്റവും ഒരു സ്പെഷ്യൽ സ്റ്റോറി അല്ലെങ്കിൽ ഒരു പുതിയൊരു വാർത്ത, ജനങ്ങൾക്ക് അറിയാത്ത ഒരു പുതിയ വാർത്ത എന്താണ് നിങ്ങൾ കൊടുക്കുന്നതെന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ നല്ല രീതിയിൽ ശ്രീകണ്ഠൻ നായർ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ ചാനൽ അതൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ ബാക്കിയുള്ള ചാനലിന്റെ കാര്യം അദ്ദേഹത്തിന് അറിയില്ല, എൻ്റെ ചാനൽ മാക്സിമം അത് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ഏറ്റവും കൂടുതൽ ഈ ഏഷ്യാനെറ്റ് ആണെങ്കിലും മനോരമയാണെങ്കിലും 24 ആണെങ്കിലും ഈ വാർത്താ ചാനലുകളിൽ നിന്ന് വരുന്ന വാർത്തകൾ കുറച്ചുകൂടെ വിശ്വാസത ഉള്ളതാണ്. കാരണം ഫാക്ട് ചെക്ക് നടത്തിയിട്ടാണ് ഈ ഒരു വാർത്തകൾ പുറത്തേക്ക് വരുന്നതെന്നൊരു വിശ്വാസമുണ്ട്. കാരണം സോഷ്യൽ മീഡിയ കണ്ട വാർത്തയാണെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ ജനങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം വാർത്താ മാധ്യമങ്ങൾ ആ വാർത്ത പുറത്തേക്ക് വിട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോഴാണ് ഇവർ തന്നെ ഒരു വ്യാജ വാർത്തയുമായി മുന്നോട്ട് വരുന്നതെന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ടുള്ള ഈ വാർത്തകൾ ഇപ്പോഴല്ല വരുന്നത്. അടുത്ത ഇടയായിട്ട് റിപ്പോർട്ടർ ചാനലിനെതിരെ ഇതുകൂട്ടുള്ള വിവാദമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി തന്നെ റിപ്പോർട്ടർ ചാനലിനെ ബഹിഷ്കരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണ്? ഇത്രയും വലിയ ജനാധിപത്യ പാർട്ടിയാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ഒരു മാധ്യമത്തെ ബഹിഷ്കരിക്കണമെങ്കിൽ ആ മാധ്യമം എത്രത്തോളം കള്ളങ്ങൾ പറിച്ചുവിട്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആ മാധ്യമം എത്രത്തോളം നിർവ്യാജമായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടല്ലേ ഒരു പാർട്ടി അങ്ങനെ ഒരു ചാനലിനെ ബഹിഷ്കരിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. പറയുന്നുണ്ട് ഇതിലും ഭേദം കൈരളി ചാനലാണ്. കാരണം കൈരളി എന്ന് പറയുന്നത് പാർട്ടി ചാനലാണ്. ആ പാർട്ടി ചാനൽ പോലും ഇത്രയും മോശമായിട്ടൊരു വാർത്തയിലേക്ക് പോകുന്നില്ല. രാജാവിനെക്കാട്ടിൽ വലിയ രാജഭക്തിയാണോ എന്നുള്ള ചോദ്യമൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ടുള്ള ചോദ്യമാണ്. അത് മാത്രമല്ല, അദ്ദേഹം കൃത്യമായിട്ട് ആ റിപ്പോർട്ടർ ചാനലിന്റെ ആ റിപ്പോർട്ടറിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം അബ്ബബ്ബ അടിക്കുകയാണോ ഒരവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും വലിയൊരു മാധ്യമമാണ്, അല്ലെങ്കിൽ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രസ്ഥാനമാണ് റിപ്പോർട്ടർ TV എന്ന് പറയുന്നത്. ആ റിപ്പോർട്ടർ TVയുടെ വരവ് എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്കറിയാം. കാരണം മൂട്ടിൽ മരമൊരു വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ ഒരു ചാനൽ. അപ്പോൾ ആ ചാനലുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ 24 ഉണ്ടായിരുന്ന അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു ഇടക്കാല വിവാദമായിരുന്നു റിപ്പോർട്ടർ ചാനൽ. റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നത് വിവാദങ്ങളിൽ നിന്നും ഉൾക്കൊണ്ടുവന്നൊരു ചാനലാണ്.
അതിനുശേഷം പിന്നീട് വരുന്ന വാർത്തകളെല്ലാം തന്നെ വിവാദപരമായിട്ടുള്ള വാർത്തകളാണ്. ഇപ്പം ഇടയ്ക്ക് വെച്ച് മറ്റേ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു പോസ്കോ കേസിലേക്ക് ഒരു റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടറുടെ പേര് വരുന്നു, അരുൺകുമാറിൻ്റെ പേര് വരുന്നു. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പിട്ട് മറ്റേ ജെയിൻ യൂണിവേഴ്സിറ്റിയിലെ പരസ്യവുമായി ബന്ധപ്പെട്ട് പത്രത്തിലൊരു വാർത്ത വന്നിരുന്നു. ആ വാർത്ത വായിച്ചതിന് ശേഷം അരുൺകുമാറിനെ ഒരുപാട് പേര് ട്രോള് ചെയ്യുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു മാധ്യമ പ്രവർത്തനം വരെ പത്രം വായിക്കുമ്പോൾ അത് ഇന്നത്തെ ന്യൂസാണോ അതോ 2050 ന്യൂസാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ പോകുന്നു എന്നുള്ള രീതിയിൽ അരുൺകുമാറിനെ വരെ കളിയാക്കുന്ന രീതിയിലേക്ക് ഒരുപാട് പോയതാണ്. അതിനുശേഷം കോൺഗ്രസ് പാർട്ടി റിപ്പോർട്ടർ ചാനലിനെ ബഹിഷ്കരിക്കുന്നു. അതായത് ദിവസവും വരുന്ന വാർത്തകൾ പലപ്പോഴും വ്യാജ വാർത്തകൾ, അല്ലെങ്കിൽ ഒരു പാർട്ടിയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് വ്യാജ വാർത്തകൾ പടച്ചുവിടുമ്പോൾ അവർ ബഹിഷ്കരിക്കുന്നു സ്വാഭാവികമായിട്ടും. അതോടൊപ്പം തന്നെ നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിന് മറ്റൊരു രീതി കൂടിയുണ്ട്. നമ്മൾ ചെയ്യുന്നൊരു വാർത്ത തെറ്റാണെങ്കിൽ പല പത്രങ്ങളും കണ്ടിട്ടുണ്ട്, പത്രങ്ങൾ കൂടെ അവർ അടുത്ത ദിവസത്തെ പത്രത്തിൽ അത് ക്ഷമാപണം നടത്തുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത്തരം ക്ഷമാപണങ്ങൾ പോലും റിപ്പോർട്ടർ ചാനൽ നടത്തുന്നില്ല എന്ന് പറയുമ്പോൾ, കാരണം അവർക്ക് എന്ത് പറയാമെന്നൊരു അവസ്ഥയിലേക്കാണോ പോകുന്നത്? അത് സത്യസന്ധമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഒരു തെറ്റായിട്ടുള്ള വാർത്ത പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾ പ്രചരിപ്പിച്ച വാർത്ത തെറ്റായി പോയി എന്നൊരു മാപ്പപേക്ഷ നടത്തേണ്ട ഉത്തരവാദിത്തം ഇതുപോലുള്ള മാധ്യമങ്ങൾക്കുണ്ട്. ആ മാപ്പപേക്ഷ പോലും പറയാൻ തയ്യാറാകാത്ത ഒരു അവസ്ഥയിലാണ് ഈ ഇതുപോലുള്ള മാധ്യമങ്ങളെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ അങ്ങനെ അവർ മാപ്പ് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, കാരണം എത്രയോ നിരവധി വാർത്തകളാണ് അവർ ഇത്തരത്തിൽ വ്യാജമായി പുറത്തേക്ക് വരുന്നത്. സ്ഥിരം അപ്പോൾ ഓരോ ദിവസവും വന്നിട്ട് ഞങ്ങൾക്ക് ഇന്നലെ ചെയ്ത ഒരു വാർത്ത തെറ്റായിരുന്നു, ഇന്ന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ മാധ്യമത്തിന്റെ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുകയല്ലേ? തീർച്ചയായിട്ടും. കാരണം പല സ്കാമുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ചിലർക്കൊക്കെ വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നത്, ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പേരിൽ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വ്യാജ വാർത്ത വന്നിരുന്നു. നമ്മുടെ പ്രിയങ്ക ഗാന്ധി കാട്ടാന കുത്തിക്കൊന്ന ഒരു സ്ത്രീയുടെ അവരുടെ വീട്ടിൽ പോയിട്ട് പൊട്ടിച്ചിരിക്കുന്ന ഒരു വാർത്ത. ആ ഒരു ഫോട്ടോ വെച്ചിട്ട് അവർ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ എംബ്ലം വെച്ചിട്ടാണ് പുറത്തേക്ക് ഇറക്കുന്നത്. ആ വാർത്ത ഇഷ്ടംപോലെ ആൾക്കാർ ഷെയർ ചെയ്യപ്പെട്ട സമയത്ത് അപ്പൊ തന്നെ അവർ പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ ചാനലിൽ നിന്ന് പോയ വാർത്തയല്ല, ഇത് വ്യാജമായിട്ടുള്ളതാണ്, ഫേക്ക് ന്യൂസ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു വാർത്ത പ്രചരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അത് വാർത്ത പറയുമ്പോൾ അത് കൃത്യമാണോ, അത് ഉള്ളതാണോ, അതോ കള്ളമായിട്ടുള്ള വാർത്തയാണോ, ഒരാളെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ്. 7 ലക്ഷം രൂപയിൽ മാത്യു കുഴുന്നാളുടെ പേര് പറയുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അനന്തകൃഷ്ണൻ ആ വാർത്ത പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും ചിന്തിക്കാതെ ആ ഒരു വാർത്ത പ്രചരിപ്പിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തെ തന്നെ ചോദ്യം ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു പാർട്ടിയെ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് അവിടെ. ആ ചോദ്യം ചെയ്യപ്പെടാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഇതുകൂട്ടുള്ള മാധ്യമങ്ങളല്ലേ? അപ്പൊ ആ മാധ്യമങ്ങൾ കൃത്യമായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടത് അവരുടെ മുൻപും കുറെ അധികം വിവാദ പരാമർശങ്ങളും കേസുകളൊക്കെ വന്നിട്ടുണ്ട്. ഈ അടുത്തിടയ്ക്കാണെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തന്നെ നിരവധി വിവാദങ്ങളാണ് മുന്നോട്ട് വന്നത്. അപ്പോൾ തന്നെ എല്ലാ മാധ്യമങ്ങളും ഒരേപോലെ റിപ്പോർട്ട് ചെയ്യുകയും ഒരേ രീതിയിൽ അതിൽ തന്നെ വ്യത്യസ്തപരമായി കുറച്ചുകൂടി ആഡ് ചെയ്തിട്ട് എന്ത് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ രാഹുലിന്റെ പെട്ടിയിൽ ഇതായിരുന്നു എന്ന രീതിയിലേക്ക് ഒരാൾ വാർത്ത കൊടുക്കുകയാണെങ്കിൽ അപ്പൊ അവർ ആ ഒരു വാർത്തയിലേക്ക് പോകും. അതെല്ലാം അതിന്റെയൊക്കെ ബേസിക് എന്ന് പറയുന്നത് അവർക്ക് ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുക. ഒരു വാർത്ത വരുമ്പോൾ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തങ്ങളുടെ ആ ഒരു ചാനൽ തന്നെ കാണണം എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ വയനാട് ഉരുൾപൊട്ടൽ റേറ്റിംഗിന് വേണ്ടി എന്ത് തോന്നിവാസവും കാണിക്കാൻ കഴിയുന്നതല്ലോ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ആളുകളിലേക്ക് കൃത്യവും വ്യക്തവുമായിട്ടുള്ള ന്യൂസുകൾ കൃത്യസമയത്ത് നൽകുക എന്നാണ് ഒരു മാധ്യമം സുതാര്യമായി എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിലേക്ക് അവിടെ ഒരു ചോദ്യം ചെയ്യപ്പെടലിന് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ ഒരു മാധ്യമങ്ങളും തയ്യാറാവരുത്. കാരണം ഒരു തവണയല്ല, നിരവധി തവണ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പ്രേക്ഷകർ എന്ത് ചെയ്യും? അവിടേക്കുള്ള വിശ്വാസം ഇല്ലാതായി പോകും. കാരണം ഇവർ ചെയ്യുന്ന സ്ഥിരം ഇത് തന്നെയാണ്, വ്യാജമാണ്, അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് സംശയിക്കും ഇവർ പറയുന്നത് സത്യം തന്നെയാണോ എന്ന രീതിയിലേക്ക് സംശയിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും? ബാക്കിയുള്ള വാർത്താ മാധ്യമങ്ങളെ തേടിപ്പോവും. പക്ഷെ ഇവരാരും എന്ത് ചിന്തിക്കാത്തത്, അല്ലെങ്കിൽ വാദോരാതെ ഇവർ പ്രസംഗിക്കുന്നതാണ് മാധ്യമ പ്രവർത്തനത്തെ പറ്റി തന്നെ. അരുൺകുമാറിന് തന്നെ എത്രയോ സംസാരം അല്ലെങ്കിൽ എത്രയോ വാഗ്വാദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ആ പറയുന്നതൊക്കെ എന്തുകൊണ്ടാണ് പ്രൊഫഷനിലേക്ക് വരുമ്പോൾ അവരത് പ്രാക്ടിക്കലാക്കി മാറ്റാത്തത്? അതെ, അതിന്റെ ഏറ്റവും വലിയ കഴിവുകേട് കൊണ്ടല്ലേ അവരെല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ടി വരുന്നത്.